ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോ അല്ല, ഷോർട്സ് കണ്ടിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് തലേദിവസം ഉണ്ടായ ഇൻസിഡൻറ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നത്. നമ്മൾ ഈ ഒരു ഡ്രസ്സ് എറണാകുളത്തുള്ള ഒരു കസ്റ്റമറിന് വേണ്ടി ചെയ്തതായിരുന്നു. ഇൻസ്റ്റാ ത്രൂ ആണ് നമുക്ക് ഈ ഒരു ഓർഡർ വരുന്നത്. അപ്പം നമ്മൾ മെറ്റീരിയലൊക്കെ പർച്ചേസ് ചെയ്തു. ഒരു മോം ആൻഡ് ഡോട്ടർ കോംബോ ആയിട്ടാണ് നമുക്ക് ഈ വർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അവരുടെ സെക്കൻഡ് ബേബീൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഫസ്റ്റത്തെ ബേബിക്കും മോമിനും വേണ്ടിയിട്ടാണ് നമ്മളോട് ഔട്ട്ഫിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞത്. ഡ്രസ് കോഡും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ മോമിൻ്റെ ഡ്രസ്സ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്ന തലേദിവസമാണ് നമ്മൾ രാവിലെ തൊട്ട് കുത്തിയിരുന്നിട്ടാണ് ഈ ഒരു വർക്ക് ബേബിയുടെ ഡ്രസ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ജസ്റ്റ് ഞാൻ അതിൻ്റെ പാച്ച് വർക്ക് തുടങ്ങി ഒന്ന് ടേബിളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അകത്ത് പോയി തിരിച്ച് വരുമ്പോഴേക്കും നോക്കിയപ്പോൾ സോൾഡറിങ് ആണ് ഓണായിട്ട് കിടക്കുന്നു. ഇത് എൻ്റെ മോള് ഓണാക്കി ഇട്ടിട്ട് പോയതാണ്. ഞാനാണെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. സംഭവം എൻ്റെ മിസ്റ്റേക്കാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് അതൊന്നും ഊരിയെടുക്കണ വീഡിയോ ഒന്നും ഇതിലില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എന്താ ചെയ്യണ്ടേ, ഓർഡർ ക്യാൻസൽ ചെയ്യണോ? ആകെ രാവിലെ തൊട്ടിരുന്നിട്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഒന്നും ഇല്ലാണ്ടായി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പം അൽഹംദുലില്ലാ. പിന്നെ ഞാൻ മോൾക്ക് കളർ ഇഷ്ടമായിട്ട് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മെറ്റീരിയൽ കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മെറ്റീരിയൽ നമ്മുടെ അടുത്തുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ ബാക്ക് ഭാഗമൊക്കെ അഴിച്ചു. രണ്ടാമത് വീണ്ടും സ്റ്റിച്ച് ചെയ്യായിരുന്നു. എന്നിട്ട് നമ്മളിത് കംപ്ലീറ്റ് ചെയ്തു. കറക്റ്റ് ഡേയിൽ തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്തു. കസ്റ്റമർ ഇട്ടിട്ടുള്ള വീഡിയോ ലാസ്റ്റ് അവരുടെ ഫോട്ടോസ് ലാസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമറിൻ്റെ അടുത്ത് ഞാനിത് കിട്ടിയതിന് ശേഷം ആളുടെ അടുത്ത് ഞാൻ വിവരം പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. ആകെ ടെൻഷനായി. ഇതിപ്പോൾ ചെയ്യുന്നവർക്കറിയാം, നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ ടൈം തെറ്റോ അതോ എന്തെങ്കിലും ഫോൾട്ട് വന്നാൽ നമ്മൾ തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം, കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തെടുത്തൊരു വർക്കാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള മിസ്റ്റേക്സ് ഒന്നും ആർക്കും വരാതിരിക്കട്ടെ. എല്ലാവരും ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസായിട്ടൊക്കെ വരാം. ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ കമൻറ്റിലൊരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ എന്തെങ്കിലും ഇൻസിഡൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.